പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കൂടുതൽ അടുത്തറിയാൻ, ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ, ഈശോയെ സ്നേഹിച്ച്, ഈശോയെ വിശ്വസിച്ച്, ഈശോയിലുള്ള ബന്ധം വളർത്തി നല്ല വിശ്വാസികളായിട്ട് ജീവിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിനും അവസരത്തിനും ഈ ശുശ്രൂഷയ്ക്ക് നന്ദി പറയാം. ഈ ഒരു ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഈശോയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരും മാലാഖമാരും ഒക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി ഏറെ അധികം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ഇവരുടെ എല്ലാ മധ്യസ്ഥ സഹായം നമ്മുടെ കൂടെയുണ്ട്. ശക്തമായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി, കുടുംബങ്ങളായി നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൊക്കെ സഹായകരമാകുന്നുവെന്ന് എന്ന് തീർച്ചയായിട്ടും പ്രത്യാശിക്കുന്നു. അതിനൊരു പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എല്ലാം ഈശോയുള്ള സ്നേഹം ഇനിയും കൂടുവാനും ഈശോയുള്ള വിശ്വാസം ഇനിയും വർദ്ധിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നമ്മൾ പരസ്പരം കാണുന്നില്ലെങ്കിലും ഒരു സ്ക്രീനിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുമ്പോഴും ഈശോയുടെ മടിയിലിരുന്നാണ് നമ്മളിത് കേൾക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയിലാണ് നമ്മളൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ വിശ്വാസം വളരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഈശോയെ തന്നെ നോക്കാൻ, ഈശോയെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശുശ്രൂഷ നമ്മളെ സഹായിക്കും. കർത്താവിന് എല്ലാ മഹത്വം നമുക്ക് കൊടുക്കാം. നമുക്ക് വചനം, ഒരു കുഞ്ഞു വചനം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. 116 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം, Psalm 116 verse 10. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ പറയാൻ നമുക്കൊന്ന് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനമാണ്. 116 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യം, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. വചനം നല്ലപോലെ ശ്രദ്ധിക്കണേ. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും നമുക്ക് നമ്മുടേതായ സ്ട്രഗിൾസ്, നമ്മുടെ വേദനകൾ, നമ്മൾ അതിജീവിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ഓടേണ്ട ഓട്ടങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ദുരിതങ്ങൾ വർദ്ധിക്കാം, സങ്കടങ്ങൾ വർദ്ധിക്കാം, കണ്ണുനീരുകൾ വറ്റാതെ ഒഴുകാം, നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ കിട്ടാം. ഓരോ ദിവസവും അതിൻ്റെതായ വേദനകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വിശ്വാസം ഇങ്ങനെ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമൊക്കെ സംഭവിക്കാം. പക്ഷെ അവിടെ സങ്കീർത്തകൻ നമ്മുടെ മുമ്പിലൊരു വലിയ വിശ്വാസം കാണിച്ചു തരികയാണ്. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഇപ്പം നമുക്ക് പറയത്തില്ലേ, വലിയ കടത്തിലാണ്, വലിയ രോഗത്തിലാണ്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരു സങ്കടമാണ്, ഞാൻ പ്രതീക്ഷിച്ച ഒരു വിജയമല്ല, പ്രതീക്ഷിക്കാത്തൊരു വമ്പം പരാജയത്തിലാണ് നിൽക്കുന്നത്, കൊടിയ ദുരിതത്തിലാണ്, സങ്കടത്തിലാണ് നമ്മൾ പറയില്ലേ. അപ്പോൾ അവിടെയും ആ സങ്കടത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് സങ്കീർത്തകൻ പറയുക. കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ആരിലുള്ള വിശ്വാസം? ഈശോയിൽ. ഞാൻ ആരിലാണ് മുറുകെ പിടിക്കുന്നത് എനിക്കറിയാം. ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഇതുപോലൊരു സിമിലർ സംഭവങ്ങളൊക്കെ ഈ വചനമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ. അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ 3 ചെറുപ്പക്കാരെ നെബൂഖദ്നേസർ രാജാവ് തീയിലേക്കിടുമെന്ന്, അഗ്നിയിലേക്കിടുമെന്ന്, അവർ വിശ്വാസം തള്ളി പറഞ്ഞില്ലെങ്കിൽ അവരെ ജീവൻ എടുത്തു കളയുമെന്നൊരു ഭീഷണി വരികയാണ്. 3 ചെറുപ്പക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ തീച്ചൂളയോ, നമ്മളെപ്പോൾ ഒരു നെബൂഖദ്നേസർ രാജാവ് ഒന്നും പിടിച്ച് ഉണ്ടാവില്ല. പക്ഷേ സഹനങ്ങളാകുന്ന തീച്ചൂള കത്തിയിരിക്കും. പരാജയങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജോലി നമുക്ക് കിട്ടാതെ വരുമ്പോൾ, ജോലി കിട്ടി ചെല്ലുന്ന ഒരു സ്ഥലത്ത് വലിയൊരു തിരസ്കാരമോ സങ്കടമോ തെറ്റിദ്ധാരണയൊക്കെ വരുമ്പോൾ തീച്ചൂള പോലെ നിൽക്കുകയാണ്. ഈശോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഈ ജോലിയിലേക്ക് വന്നത്, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ വിവാഹ ജീവിതത്തിലേക്ക് വന്നത്, പക്ഷേ എന്നിട്ട് എന്തിനാണ് ഇങ്ങനൊരു തീച്ചൂള? വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. വേണമെങ്കിൽ നീ വിശ്വാസം തള്ളി പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സും ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ വെല്ലുവിളിക്കും. നെബൂഖദ്നേസർ രാജാവ് ഈ ചെറുപ്പക്കാരോട് പറയാണ്, ഇത് ഈ വിശ്വാസം നീ തള്ളി പറഞ്ഞാൽ മതി, നിങ്ങളിത് തള്ളി പറഞ്ഞാൽ നിങ്ങൾ തീക്കകത്തോട്ട് വീഴത്തില്ല. അവർ പറയുന്നുണ്ട്, രാജാവേ, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. കൊടിയ ദുരിതമാണ്, മുൻപിലൊരു വലിയ തീച്ചൂള വരാൻ പോവാണ്, എന്നാലും ഈ 3 ചെറുപ്പക്കാർ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല, ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോഴും വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമ്മൾ കാണുകയാണ് അവിടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട് ഇങ്ങനത്തെ തീച്ചൂളകൾ. കർത്താവിനെ തള്ളിപ്പറയാൻ വേണ്ടി മാത്രം പൊങ്ങി വരുന്ന ആ തീച്ചൂളകളുണ്ട്. വിട്ടുകളഞ്ഞേക്കല്ലേ. ഈശോയിൽ വിശ്വാസം ഉറപ്പിച്ച് നിൽക്കുക. രാജാവ് അവരെ വെറുതെ വിട്ടൊന്നുമില്ല.
നിങ്ങളുടെ വിശ്വാസം എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ്, നിങ്ങളെ അങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നൊരു ദൈവമുണ്ടോ എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാജാവ് തീച്ചൂള 7 ഇരട്ടി ആളിക്കത്തിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തീ ആളിക്കത്തുന്നതിൻ്റെ കൂടെ അതിനേക്കാൾ വലിയ വിശ്വാസമാണ് ആളിക്കത്തിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞു, രാജാവേ, ദൈവം ഞങ്ങളെ രക്ഷിക്കും, ഇനി രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ആ ദൈവത്തെ തള്ളിപ്പറയുകയോ നീ പറയുന്ന രീതിയിൽ ജീവിക്കുകയോ ചെയ്യില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്നു. തീ 7 ഇരട്ടി കത്തിയെരിയുമ്പോഴും അവർ വിശ്വാസം പ്രഖ്യാപിച്ചു. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെടുമ്പോഴും വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളിതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥമൊക്കെ തുറന്നു നോക്കിയാലുള്ള 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ മക്കബാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല, അമ്മയും 7 മക്കളും വിശ്വാസം തള്ളിപ്പറഞ്ഞ് നമുക്കൊന്നും വേണ്ടെന്ന് പറയാം. ഫിനെഹാസിനെ നമ്മൾ കാണുന്നുണ്ട്, മക്കവായ കുടുംബത്തിലെ പലരെയും നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസം തള്ളിപ്പറഞ്ഞ് നമുക്കൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ. പഴയ നിയമത്തിലെ സുന്ദരമായ പുസ്തകമല്ലേ ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോഴും 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോഴൊക്കെ 2 തവണയായിട്ട് പറയുന്നുണ്ട്, ജോബ് ഇതുകൊണ്ടൊന്നും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. മക്കൾ പോയി, ആടുമാടുകൾ, സ്വത്ത്, ഭാര്യ പോലും പോയി തള്ളിപ്പറഞ്ഞ് പോയി മരിക്കാൻ പറഞ്ഞു, ആരും കൂടെയില്ല, രോഗങ്ങൾ വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നാവുകൊണ്ട് അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, അവൻ പാപം ചെയ്തില്ല എന്ന വചനത്തിൽ നമ്മൾ വായിക്കുക. നമ്മുടെ മുമ്പിൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഇങ്ങനെ ഈശോ ഇങ്ങനെ ഡിലേ ചെയ്ത് ഇങ്ങനെ ഉത്തരം തരാണ്ട് ഇങ്ങനെ വൈകുകയാണ്. നമ്മുടെ വിശ്വാസം ചിലപ്പോൾ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കും, ഇങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാകും. വിട്ടുകളഞ്ഞേക്കല്ല. ഈശോയിൽ വിശ്വസിച്ച ഒരാൾ പറ്റിക്കപ്പെടില്ല, അവനിൽ ആശ്രയിച്ച ഒരാൾ പോലും ലജ്ജിതനാവൻ ഇടവരില്ല. പൗലോസ്ലീഹ നമ്മളോട് പറയല്ലേ. സങ്കീർത്തനം 25 അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കില്ലേ, കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിക്കാൻ ഇടയാക്കല്ലേ, ഒരാൾ പോലും നാണം കെടേണ്ടി വരില്ല, അതിന് ഈശോ അനുവദിക്കത്തുമില്ല. ഏശയ്യാ പ്രവാചന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു സുന്ദരമായൊരു വചനം കിടപ്പുണ്ട്. 2 വചനങ്ങളാണ് 8-ാമത്തെ അധ്യായത്തിൽ, അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ. വചനം ഒന്ന് ശ്രദ്ധിച്ചത് കേൾക്കുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഈശോയിൽ ഞാൻ വിശ്വസിക്കും, ഈശോയിൽ ഞാൻ പ്രത്യാശിക്കും, അല്ലേ? നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്, നല്ല വിശ്വാസ പ്രഖ്യാപനമാണ്. പക്ഷേ പ്രവാചകൻ ഒരു വചനം ഇങ്ങനെ പറഞ്ഞു തരികയാണ്, എന്നെ മൈൻഡ് ചെയ്യാത്ത, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്ത, ഉത്തരത്തിന് വൈകുന്ന വചനം ഇങ്ങനെ കൊടുത്തേക്കുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുകയാണ്, എന്നെ നോക്കുന്ന പോലുമില്ല, എൻ്റെ വീട്ടിലോട്ട് ഈശോ ഒന്നും നോക്കുന്ന പോലുമില്ല, ഞാൻ ഇത്രയും വിശ്വാസത്തിൽ നിന്നിട്ട് പോലും ഈശോ മൈൻഡ് പോലും ചെയ്യണില്ല. അങ്ങനെയുള്ള കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ചോദിച്ചപ്പോൾ ഉത്തരം തന്ന കർത്താവിനായിട്ടില്ല, ചോദിച്ചപ്പോൾ ഉത്തരം തരാത്തതും വൈകിയതും ചോദിച്ചതിന് നേരെ ഓപ്പോസിറ്റായ ചില ഉത്തരങ്ങളും തന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വിശ്വാസമാണ്. എന്നിട്ടോ ആ വിശ്വാസം, ആ പ്രത്യാശ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? 18-ാം വാക്യം, ഞാനും കർത്താവ് എനിക്ക് തന്ന സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ഞങ്ങൾ മാറും. വി വിൽ ബിക്കം മിറക്കിൾസ്. ഞങ്ങൾക്കിപ്പോൾ ഈശോ ഉത്തരം തന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റണം. ഞാൻ ചോദിച്ചത് ഈശോ ഇതുവരെ തന്നിട്ടില്ല. ഈ പ്രശ്നത്തിൽ ഈശോ എന്നെ ഇതുവരെ കരകയറ്റിട്ടില്ല. ഞാൻ ഈ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. വിശ്വാസമൊക്കെ എനിക്കുണ്ട്, എന്നാലും എൻ്റെ ഈശോ എന്നെ രക്ഷിക്കണ്ടേ. എത്ര കാലമായി ഞാൻ ഈ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എത്ര കാലമായി ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, എത്രയോ മരുന്നുകൾ ഞാൻ കഴിച്ചു ഈ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഈശോയെ, വൈ ആർ നോട്ട് മൈൻഡിങ് മീ? ബാക്കിയുള്ളവരെ പോലെ ആണോ ഞാൻ എന്തോരം വിശ്വസിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഈശോയുടെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചു പോകില്ലേ, ഈശോ ഈ കോളേജിലൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആഗ്രഹിച്ചത്, ഈ ജോലിക്ക് കയറണം എന്നല്ലേ ഞാൻ ഇത്ര കാലം സ്വപ്നം കണ്ടത്, ഇതല്ലായിരുന്നു എൻ്റെ ഡ്രീം കരിയർ, എന്തുകൊണ്ടാണ് എന്നെ വേറൊരു വഴിക്ക് വിട്ടേ? ഈശോയെ, ഈ കല്യാണാലോചന എനിക്ക് പറ്റുന്നതല്ലെങ്കിൽ, ഒരുപക്ഷെ എന്നെ ഒരു സങ്കടത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടത്തിവിടാനുള്ളതാണ്, ഒരു പരീക്ഷണത്തിൻ്റെ ഒരു കുടുംബജീവിതത്തിലേക്കാണ് വിടുന്നതെങ്കിൽ ഈശോയെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലേ, വിശ്വസിച്ചല്ലേ, നിനക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നു. നമ്മളിങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യെശയ്യാ പ്രവാചകനിലൂടെ ഒരു ബോധ്യം നമ്മിലേക്ക് നിറയണം. ഞാൻ ഇനിയും വിശ്വസിക്കും, ഞാൻ ഇനിയും പ്രത്യാശിക്കും. കൊടിയ ദുരിതം വന്നാലും, തീച്ചൂള ആളിക്കത്തിയാലും, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വൈകിയാലും, എന്നോട് ഞാൻ ഈശോയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഈശോ മുഖം തിരിച്ചിരുന്നാലും, ആ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. എനിക്ക് എന്നെ സംഭവിക്കുന്നത്, എൻ്റെ കർത്താവ് പ്രവർത്തിച്ച അടയാളത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി ഞാൻ, എൻ്റെ കുടുംബം മാറും. ഈ പ്രത്യാശയ്ക്ക്, ഈ വിശ്വാസത്തിന് കർത്താവ് എനിക്കൊരു ഉത്തരം തരും. ആ വലിയ ബോധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കൂടുമ്പോൾ, വചനം കേൾക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, ബോധ്യങ്ങൾ കിട്ടി, വചനം കുറച്ച് പഠിച്ചു, പോരാ, ഇതിനൊക്കെ മുകളിലോട്ട് നിൽക്കണം. എവിടെ എത്ര ഇത് ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസം. ഈ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ ചോദ്യങ്ങൾ മുമ്പിൽ വന്നാലും, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരുന്നാലും, ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്.
നമുക്കത് കൃത്യമായിട്ട് അറിയണം. പൗലോസ്ലീഹയൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ച് സഹന സമയങ്ങളിലൊക്കെ പൗലോസ്ലീഹ പറയാണ്, ഞാൻ ആരിലാ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഐ നോ ദ വൺ ഇൻ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ്. സഭയുടെ മതബോധന ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിശ്വസിക്കുക എന്നാൽ ഞാൻ മുറുകെ പിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ബിലീവ് ഈസ് ഈക്വൽ ടു ഐ ഹോൾഡ് ഓൺ ടു വാട്ട് ഐ ബിലീവ്. പൗലോസ്ലീഹ അതാ പറയുക. 2 തിമോത്തി 1:12 വചനഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുകയും അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്ന നല്ലതാണ്. 2 തിമോത്തി 1:12 തിമോത്തിയോട് പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോകാൻ സഹനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മുടെ വിശ്വാസ ജീവിതം, നല്ല ക്രൈസ്തവ ജീവിതം, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു ആത്മീയ ജീവിതം, റിയൽ സ്പിരിച്വാലിറ്റി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോയെ നമ്മൾ നന്നായിട്ട് അറിയണം. ഈ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ വചനം കേൾക്കുമ്പോൾ, ഷാലോം ടിവിയിലൂടെ ഈ ശുശ്രൂഷകൾ, ഈ ചാനലിലൂടെ ഈ ശുശ്രൂഷകളൊക്കെ കേൾക്കുമ്പോൾ, ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് ഈ പ്രതിസന്ധികളോട്, ഇനി നാളെ പ്രതിസന്ധികൾ വന്നില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങളോടിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം നമുക്കുണ്ടല്ലേ, ഈശോയിൽ. പക്ഷെ ആ ഈശോ ആരാണ്? ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു, ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുക. കുറേ കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടി പണ്ട് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വചനം നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തൊട്ട് ഇത് എഴുതി വെക്കുക. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈശോ എന്നും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഹൃദയത്തിലേക്ക് അത് എടുക്കുക. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ഈശോയെ മുറുകെ പിടിക്കുന്നു. ഈശോയെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈശോ ഇവിടെ തന്നെ എന്നുമുണ്ട്. ഹി വിൽ ബി ഹിയർ ഫോർ എവർ. വചനം നമ്മുടെ മനസ്സിൽ ഒരു വചനം ഓടി വരും, പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. ഈശോ അവിടെ ഉണ്ടായിരുന്നു, ഈശോ ഇവിടെ ഉണ്ട്, ഈശോ അവിടെ ഉണ്ടാകും. ഹി വാസ് ദെയർ, ഹി വിൽ ബി ദെയർ ആൻഡ് ഹി ഈസ് നൗ ഹിയർ. എൻ്റെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തേണ്ട വിശ്വാസം അതാണ്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. എങ്ങനെയുള്ള ഈശോയിൽ? ഇന്നലെയും ഇന്നും എന്നും ഒരാളായ, ഇവിടെ തന്നെയുള്ള എൻ്റെ കർത്താവ്. വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്, ആദിയും അന്തവുമായവൻ, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആൽഫയും ഒമേഗയുമായിട്ടുള്ള ഈശോയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഹി ഈസ് ദെയർ, ഹി ഈസ് ഹിയർ ആൻഡ് ഹി വിൽ ബി ദെയർ. വചനം നമുക്ക് 1-2 വചനങ്ങളൊന്നും എടുത്ത് വായിച്ചാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഹെബ്രായർ 13:8 നമ്മളിപ്പോൾ പറഞ്ഞത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. പഴയ നിയമത്തിലെ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ഏശയ്യ 44 അതിൻ്റെ 6-ാമത്തെ വാക്യം. ഐസിയ 44:6 അവിടെ നമ്മളിങ്ങനെ വായിക്കും, ഇസ്രായേലിൻ്റെ രാജാവും, ഏശയ്യ 44:6 കേട്ടോ നമ്മൾ വായിക്കുക. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനാണ് തുടക്കം, ഞാനാണ് അവസാനം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇത് 2-3 വചനങ്ങളൊന്ന് ചേർത്ത് ചിന്തിച്ചതിന് ശേഷം ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം, ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥം, വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നമുക്ക് ഒരുമിച്ചത് വായിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഒന്ന് വായിക്കുന്നതാണ്. 1:7 അല്ല 1:8 ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വെളിപാട് 1:8 ആയിരുന്നവൻ, ആയിരിക്കുന്നവൻ, വരാനിരിക്കുന്നവൻ, സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഏശയ്യ 44:6 വായിച്ച അതേ കാര്യം. ഐ ആം ദി ബിഗിനിങ്, ഐ ആം ദി എൻഡ്. ഞാനാണ് തുടക്കം, ഞാനാണ് അവസാനം. മറ്റൊരു വചനം 1:17 അവിടെ ഇങ്ങനെ നമ്മൾ കാണും, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ. ഈശോയുടെ ദർശനം കിട്ടുന്നു, വെളിപാടുകൾ കിട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ യോഹന്നാൻ പറയാണ്, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഐ ആം ദി ബിഗിനിങ്, ഐ ആം ദി എൻഡ്. ഇനി മറ്റൊരു വചനം അവസാനത്തെ അധ്യായത്തിലാണ്, വെളിപാട് 22 അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുക, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. ഐ എം ദി ആൽഫ ഒമേഗ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അപ്പോൾ ഈശോയെക്കുറിച്ച് നമ്മൾ ഈ പഴയ നിയമമോ പുതിയ നിയമമോ ഒക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ആരില്ല വിശ്വാസം അർപ്പിക്കുന്നത് അറിയാം. ആരില്ല വിശ്വാസം അർപ്പിക്കുന്നത്? ഈശോയിൽ. ഈശോയുടെ പ്രത്യേകത എന്താണ്? ഈ പ്രത്യേകതയിൽ ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് സ്പെഷ്യാലിറ്റി? ഈശോയാണ് എല്ലാത്തിൻ്റെയും തുടക്കം, ഈശോയാണ് എല്ലാത്തിൻ്റെ അവസാനം. എൻ്റെ ലൈഫിൻ്റെ ബിഗിനിങ്, എൻ്റെ ലൈഫിൻ്റെ എൻഡ്.
എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻ്റെ ലൈഫ് എൻഡ് ചെയ്യുന്നതും ഈശോയിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലൊരു കൃപ നൽകി മുന്നോട്ട് നീങ്ങാൻ ശക്തി നൽകുന്ന ഈശോയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഈശോയാണ്. നോക്ക്, എൻ്റെ തുടക്കത്തിലും എൻ്റെ അവസാനത്തിലും ഈശോ ഉണ്ട്. കാരണം ഹി വാസ് ദെയർ. ആദ്യം മുതലേ ഉള്ളവനാണ്, അവസാനം വരെ ഉള്ളവനാണ്. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ കുഞ്ഞു ജീവിതം. ഒരു 20 വയസ്സുള്ള, 40 വയസ്സുള്ള, 60, 80, 100 വയസ്സുള്ള എൻ്റെ ഈ കുഞ്ഞു ജീവിതം ഏത് ബോക്സിനകത്താണ്? തുടക്കവും അവസാനവുമായ ഈശോയാകുന്ന ഒരു സ്പിരിച്വൽ ബോക്സ്, ഒരു ഡിവൈൻ ബോക്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ബോളാണ് ഞാൻ. ഈ 100 വയസ്സ് വരെ ജീവിച്ചാലോ, 80 വയസ്സ് വരെ ജീവിച്ചാലോ, 10 വയസ്സ് മാത്രം ഞാൻ ജീവിച്ചാലും ആ വലിയൊരു ബോക്സിൽ ഒരു കുഞ്ഞു ബോളാണ് ഞാൻ. സോ നമ്മളൊന്ന് ഓർത്ത് നോക്കുക, ഈശോയുടെ ഈ വലിപ്പത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഈ സങ്കടം എത്ര ചെറുതാണ്. ഈശോയാകുന്ന ഈ മഹാമേരുവിൽ, മഹാവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഈ കുഞ്ഞ് ഇല വാടിയതിനെ കുറിച്ച് ഞാൻ എന്തിനു സങ്കടപ്പെടണം? ഈശോ ഇവിടെ ഉണ്ട്. ആദ്യം മുതലുള്ളവനാണ്, അവസാനം വരെ ഉള്ളവനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സങ്കടപ്പെടും, നമുക്കിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടും. നാളെ എന്താകുമെന്നോർത്ത് നമ്മൾ ആകുലത കൊണ്ട്, അസ്വസ്ഥത കൊണ്ട് ഉറക്കം നഷ്ടപ്പെടും. ഈശോ അവിടെ ഉണ്ടായിരുന്നു, ഈശോ ഇവിടെ ഉണ്ട്, ഈശോ അവിടെ തന്നെ കാണും. സോ ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് സങ്കടപ്പെടരുത്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഞാൻ നിരാശപ്പെട്ടു പോകരുത്. ചെയ്തു പോയൊരു അബദ്ധത്തെ ഓർത്ത്, വന്നു പോയൊരു മണ്ടത്തരത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്. ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. ഈശോയ്ക്ക് കൈ കൊടുത്ത് മുമ്പോട്ട് പോകും. നമ്മളിങ്ങനെ വായിച്ചിട്ടില്ലേ, എല്ലാ പാപിക്കും ഒരു ഭാവി കാലം ഉള്ളതുപോലെ എല്ലാ വിശുദ്ധനും ഒരു കഴിഞ്ഞ കാലമുണ്ട്. ആ കഴിഞ്ഞ കാലത്തേക്ക് നോക്കിയിരിക്കുകയല്ല, എപ്പോഴും അവിടെയുള്ള ഈശോയെ നോക്കിയിരിക്കുന്നതാണ്, ആ ഈശോയിൽ വിശ്വസിക്കുന്നതാണ് നമുക്ക് ഈ സങ്കടത്തിൽ നിന്ന് കയറി വരാനുള്ള ഏറ്റവും വലിയ മരുന്ന്, ഏറ്റവും വലിയ സുവിശേഷം. അതാണ് മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. ഒരു 4 തവണയും കണ്ട ഈശോ പറയുന്നുണ്ട്. ആകുലപ്പെടേണ്ടെന്ന് ഈശോ പറയുന്നതിൻ്റെ കാര്യം എന്താ? ഒരു വലിയ ഫ്രെയിം വർക്കിൽ ഈശോയ്ക്ക് നിന്റെ കഴിഞ്ഞതും അറിയാം, ഇപ്പോൾ അറിയാം, നാളെയും ഈശോയ്ക്ക് അറിയാം. നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ ഒരു ടണൽ വിഷനാണ് അല്ലേ? നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടില്ലേ? ഞാനൊരു ടണലിൻ്റെ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവട്ടം മാത്രമേ കാണുന്നുള്ളൂ, ഒരു കുഞ്ഞു സ്പേസ് മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെ കടന്നു പോകും അറിയില്ല. പക്ഷെ നടന്ന് തുടങ്ങുമ്പോഴാണ് അറിയണത്, എനിക്കിത് കടന്നു പോകാൻ പറ്റും. ഈ ടണലിൻ്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി ഒരു സമതലമുണ്ട്, ഒരു സ്പേസ്, ഒരു പ്ലേറ്റോ അവിടെ ഉണ്ട്. അത് നടന്ന് നീങ്ങുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇത് കൃത്യമായി ഒരു വലിയ ഏരിയൽ വ്യൂ പോയിന്റിൽ കാണാൻ പറ്റുന്ന ആർക്കാണ്? ഈ ടണലിൻ്റെ ഈ തുടക്കവും ഈ ടണലിൻ്റെ എൻഡിങ്ങും കാണാൻ പറ്റുന്ന ആർക്കാണ്? മുകളിൽ ഇതിനെല്ലാം നിന്റെ ചുറ്റും വിശുദ്ധ പാട്രിക്കൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഈശോ എൻ്റെ മുമ്പിൽ, ഈശോൻ്റെ പുറകിൽ, ഈശോൻ്റെ ചുറ്റും എല്ലായിടത്തും ഈശോ. ആ ഈശോയ്ക്ക് കാണാൻ പറ്റും. ആൻഡ് ഈശോയെ നീ ബിലീവ് ചെയ്താൽ, ഈശോയെ നീ വിശ്വസിച്ചാൽ, ഈശോ അവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ഈ ടണലല്ല നോക്കാൻ പോകണത്. ഈ ടണലിൻ്റെ അപ്പുറത്ത് എനിക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ഇതിനെ മുഴുവൻ സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാവുന്ന ഈശോ. കഴിഞ്ഞ കാലത്തെ ഓർത്തല്ല, ഇന്നത്തെ ഓർത്തല്ല, ഇനി നാളെ എന്താകുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ടവരല്ല നമ്മൾ വിശ്വസിക്കുന്ന ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മൾ മാറിയിട്ടില്ല. സിറ്റുവേഷൻസ് മാറി, ആളുകൾ മാറി, ഈശോ അവിടെ തന്നെ ഉണ്ട് സ്നേഹത്തോടെ. അപ്പം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു. ആരിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്: ആദ്യം അന്തവുമായവനെ, തുടക്കവും ഒടുക്കവുമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, അന്നും ഇന്നും എന്നും ഒരാളായിരിക്കുന്ന ഈശോയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ഈശോ തുടക്കമായതുകൊണ്ട്, സിൻസ് ഹീ ഈസ് ദ ബിഗിനിങ്, ഈശോയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്നത് കൊണ്ട് ഈശോയാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലേക്ക് കൊടുക്കണം. ഈശോ തുടക്കത്തിലേ ഉണ്ട് എന്നുള്ളതല്ല, ഈശോയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഞാൻ വിശ്വസിക്കുന്നു ഹീ ഈസ് ദ ബിഗിനിങ്, ഈശോയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അങ്ങനെയെങ്കിൽ ഈ സൃഷ്ടി നടത്തിയത് ക്രിയേറ്റർ ഈശോയാണ്, എല്ലാം സൃഷ്ടിച്ചത്. ഇതെല്ലാം അവൻ്റേതാണ്. പൗലോസ്ലീഹ നമ്മളോടത് വളരെ സുന്ദരമായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമില്ലേ? കൊളോസോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, കൊളോസോസുകാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു തരും. വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം ഈശോയിൽ സൃഷ്ടിക്കപ്പെട്ടു. അദൃശ്യമായത്, ദൃശ്യമായത്, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത് എല്ലാം ആരിൽ സൃഷ്ടിക്കപ്പെട്ടു? ഈശോയിൽ. ഈശോയാണ് ബിഗിനിങ്, എല്ലാം അവിടുത്തെ സൃഷ്ടിയാണ്. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്, 16-ാമത്തെ വാക്യത്തിൻ്റെ തുടർച്ച: സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈശോ ഇതിൻ്റെ തുടക്കമായതുകൊണ്ട്, ഈശോയാണ് ഇതെല്ലാം തുടങ്ങിയത്.
എന്തിനു വേണ്ടി? എല്ലാം അവനിലൂടെ അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. 17-ാം വാക്യം, അവനാണ് എല്ലാറ്റിനും മുന്നുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പൗലോസിലെ ഒത്തിരി അധികം ഇങ്ങനെ ഫിലോസഫിക്കലായിട്ട് തിയോളജിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒത്തിരി നമ്മൾ കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് പല അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനങ്ങളൊന്നാണത്. ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ വിശ്വസിക്കുന്ന ഈശോയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശോ സൃഷ്ടിച്ചതാണ് എൻ്റെ ചുറ്റുമുള്ളതെല്ലാം. ഈശോയുടെ കരവലയത്തിലാണ്, ഈശോയുടെ സിംഹാസനത്തിന് കീഴിലാണ് ഇതെല്ലാം. അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല ഇങ്ങനെ, അധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഒരു രാജ്യം, അതേതാണ്? ദൈവരാജ്യം, ഈശോ സ്ഥാപിച്ച രാജ്യമാണ്. ആ രാജ്യം നമുക്ക് അവകാശമാക്കി തരും. കർത്താവിൻ്റെ പരിശുദ്ധർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവകാശമാക്കി കൊടുക്കുമെന്നാണ് പറയുക. നമുക്ക് ഇപ്പം നോക്കി, നമ്മുടെ സ്ഥലത്തിൻ്റെ പേരിലോ നമ്മുടെ സാഹചര്യങ്ങളുടെ പേരിലോ ഒക്കെ സങ്കടപ്പെടാം. നമ്മളെ പറ്റിക്കുന്നവരില്ലേ, നമ്മളെ വിഷമിപ്പിക്കുന്നവരില്ലേ, നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ ഇങ്ങനെ പറ്റിച്ച് പാലം കിടത്തുന്ന മനുഷ്യരില്ലേ, നമുക്ക് ചിലപ്പോൾ വഴക്കുണ്ടാക്കാം, വെറുപ്പ് വെച്ച് പുലർത്താം, ക്ഷമിക്കാതെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലൊരു ഭാരം കൊണ്ട് നടക്കാം. വിട്ടുകളയാന്നൊക്കെ പറഞ്ഞാൽ, ക്ഷമിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. ചില സങ്കടങ്ങൾ, ചില സഹനങ്ങൾ, ചില അനീതികൾ മനുഷ്യർ കാണിച്ചത്. നിങ്ങളുടെ സ്ഥലം മാന്തിയെടുത്തവർ, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തവർ, നിങ്ങളുടെ നല്ല പേര് ചൂഷണം ചെയ്തവർ, നിങ്ങളുടെ നല്ല പേരിന് ദോഷം വരുത്തിയവർ. ഈശോയുടെ നാമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ക്ഷമിക്കുക. കാരണം അധികാരം അവർക്കല്ല. നിന്റെ സ്ഥലത്തിൻ്റെ മേലോ നിന്റെ സ്വന്തം സ്ഥലമായതിൻ്റെ പേര് മാന്തിയെടുത്ത ആൾക്കോ അല്ല. ആ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച കർത്താവിനാണ് ഇതിൻ്റെ മേലെല്ലാം അധികാരം. നീ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വിശ്വാസം കൂടെ നീ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്നെ വേദനിപ്പിച്ചവർ, ഞാൻ വേദനിച്ച ഇടങ്ങൾ, അതിൻ്റെ മേലും അധികാരം ഈശോയ്ക്കാണ്. നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ, നമ്മുടെ മുറിവുകളിലേക്കല്ല, മുറിവേൽപ്പിച്ചവരിലേക്കല്ല, മുറിവേറ്റവനിലേക്ക് മാത്രം നോക്ക്. കാരണം അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. ഈ അതിര് മാന്തിയവർക്കല്ല, ഈ പേര് കളങ്കപ്പെടുത്തിയവർക്കല്ല, നിനക്ക് കിട്ടേണ്ട ജോലി തട്ടിപ്പറിച്ചവർക്കല്ല, നിനക്കുണ്ടായിരുന്ന അവസരങ്ങളെ തട്ടിത്തൂരെ എറിഞ്ഞവർക്കല്ല, നീ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്നെ എത്തുന്നതിന് തടസ്സം നിർത്തിയവർക്കല്ല. ഈ ഭൂമിയുടെ മുഴുവൻ്റെ മേലെ അധികാരം, നീ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, എവിടെ മിനിസ്ട്രി ചെയ്യുന്നു, എവിടെ വീട് വെക്കുന്നു, സകലത്തിൻ്റെ മേൽ അധികാരം ഈശോയ്ക്കാണ്. സോ ഐ ബിലീവ് ഹിം. എല്ലാം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടി, ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടോ ആ ഈശോയിലാണ് നീ വിശ്വസിക്കുന്നത്. അത്രയും വലിയൊരു അതോറിറ്റിയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പോയതിനെ ഓർത്തോ തട്ടിയെടുക്കപ്പെട്ടതിനെ ഓർത്തോ ഒന്നും ഓർത്ത് വിഷമിച്ചിരിക്കാൻ, അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് കയറി വരാനുള്ള മെയിൻ തിങ്, വലിയ കാര്യം ഇതാണ്, ഞാൻ വിശ്വസിക്കുന്ന ഈശോയാണ് സകലതും സൃഷ്ടിച്ചത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ചിന്തകൾ, പ്രാർത്ഥനയും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. ഈശോ എന്നും ഉണ്ടായിരുന്നു, ഈശോയാണ് സകലത്തിൻ്റെ സൃഷ്ടിച്ചത്. ആൻഡ് മെയിൻ തിങ്, ഹീ ഈസ് ഫോർ എവർ. അവൻ എല്ലായ്പ്പോഴും ഇവിടെ തന്നെ കാണും. വെളിപാട് 1:8 നമ്മൾ വായിച്ചതുപോലെ തന്നെ മാലാഖമാർ പാടുന്നൊരു കീർത്തനം, കാണാതെ അറിയാവുന്നൊരു പാട്ടും വചനമൊക്കെ ആണല്ലോ അത്. വെളിപാട് 4:8 വചനം എങ്ങനെയാണ്? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹീ വിൽ ബി ഫോർ എവർ. എല്ലാ കാലത്തേക്കും ഉണ്ടാവും. മത്തായി സുവിശേഷം 1:23 നമ്മൾ വായിക്കുന്നില്ലേ, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും, ദൈവം നമ്മോട് കൂടെ. എന്നുവരെ? ഇന്നലെ, ഇന്ന് അല്ല, നാളെ അല്ല, എന്നും ഫോർ എവർ ഈശോ എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നും എക്കാലത്തും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. മത്തായി സുവിശേഷം അവസാനിക്കുമ്പോൾ ഈശോ ആ പ്രോമിസാണ് തരുന്നത്. ഇന്നോ നാളെയോ ഈ പ്രശ്നം തീരുന്നവരെയോ, നിന്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെയോ, നിന്റെ വിവാഹം കഴിയുന്നവരെയോ, ഈ മിനിസ്ട്രി തീരുന്നവരെയോ അല്ല. മത്തായി 28:20 യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഈശോയുടെ ഏറ്റവും വലിയ പ്രോമിസുകളിലൊന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാലോ, പഴയ പ്രത്യാശ പഴയ പോലെ ഈശോ എന്ന് ഹോൾഡ് ഓൺ ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഇത്രയും കാര്യം മനസ്സിലേക്ക് വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശോയാണ് എല്ലാം സൃഷ്ടിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നും ഉണ്ടാകും. എവിടെ? എൻ്റെ കൂടെ. ഈ ഫെയ്ത്താണ്, ഈ ബിലീഫാണ്, ഈ വിശ്വാസമാണ് നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് സ്നേഹത്തോടെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് തരിക. ജീവിക്കുന്ന ഒരു ദൈവത്തെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിക്കുന്ന ദൈവത്തെ, കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, എൻ്റെ കൂടെ നടക്കാൻ പറ്റുന്ന, അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകാൻ എനിക്ക് ഉറപ്പ് തന്നിരിക്കുന്ന എൻ്റെ ഈശോയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഭാഗമായിട്ട് നിൽക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മകനെ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളെ ഈശോ കയ്യിലെടുത്ത് നടക്കും. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളിലും സങ്കീർത്തനം 116:10 വായിച്ച പോലെ കുട്ടിയെ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും വിശ്വാസം കാത്തു സൂക്ഷിക്കുക. തീജ്വാല കത്തിയെരിയുമ്പോഴും
വിശ്വാസം പ്രഖ്യാപിക്കുക. ഈ തീജ്വാലയിൽ നിന്ന് എൻ്റെ കർത്താവിനെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറയില്ല എന്ന് പ്രഖ്യാപിക്കുക. ഇതിൽ നിന്ന് കയറിപ്പോരും നമ്മൾ ഇതിനെ അതിജീവിക്കും. കാരണം ജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ നയിക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. വിശ്വാസത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.